അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഷോർട്ട് വീഡിയോ കേട്ടോ. ഇത് ഞങ്ങൾ താമസിക്കുന്ന പാലാരിവട്ടാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പൊന്നൂരുന്നി ആശ്രമമുണ്ട്. പൊന്നൂരുന്നി വയറ്റിലടുത്താണ്. അപ്പോൾ അവിടെ ദേവദാസനായിട്ടുള്ള തിയോഫിനച്ഛൻ്റെ കബറടം ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. എൻ്റെ ഫ്രണ്ട് അനു പറഞ്ഞിട്ടാണ് പോയത്. കാരണം ഇപ്പോൾ ഈവൻ മോൻ 10th അപ്പോൾ ബോർഡ് എക്സാമിന് മുമ്പ് ഈ കുട്ടികൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ അവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുവരെ തൊട്ടടുത്താണെങ്കിലും പോയിട്ടില്ല. ഇതാണ് തിയോഫിനച്ഛൻ. ചെല്ലുമ്പോൾ എന്നെ കുറേ ഫോട്ടോസ് അച്ഛൻ്റെ കാണാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം അച്ഛനെ കാണുന്നതും ഇവർ പറയണ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കിതുവരെ നമ്മൾ ചില സ്ഥലങ്ങൾ പറയില്ലേ എത്തിപ്പെടാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്ന് അതിൻ്റെ ഉള്ളിൽ ഇതാണ് അച്ഛനെ അടക്കിയിട്ടുള്ള സ്ഥലം. അവിടെ ഫുൾ ടൈം കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചിട്ട് അവിടെ കുറേ പേര് എപ്പോഴും രാവിലെ തുടങ്ങി വന്ന് പ്രാർത്ഥിക്കും. അച്ഛൻ്റെ ഒരു പ്രത്യേക ചൈതന്യം കേട്ടോ അച്ഛൻ്റെ ഫേസിൽ. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പക്ഷേ എന്തോ ഒരു ഭയങ്കര ഒരു അരൂപിയുള്ള പോലെ നമുക്ക് തോന്നും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശാന്തമായ ഭയങ്കര സൈലൻസ് ഉണ്ട് അവിടെ. കപ്പുച്ചിനച്ഛന്മാരുടെയാണ് ആശ്രമം. അത് മാത്രമല്ല ത്രൂ ഔട്ട്, അതായത് ഞങ്ങൾ അവിടെ നിർത്തില്ല. എനിക്ക് അവിടെ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ ബൈബിൾ വാക്യങ്ങൾ കവിത രൂപത്തിൽ ഭയങ്കര സ്ലോ ഇങ്ങനെ വോളിയം കുറച്ചിട്ട് ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയെന്നല്ല, നമ്മൾ മന്ത്രങ്ങൾ ഉരുവിടണം ഇങ്ങനെ ബൈബിൾ വാക്യങ്ങൾ. അത് ഭയങ്കര രസമുണ്ട് കേൾക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ തിയോഫിനച്ഛൻ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അച്ഛൻ്റെ മുറിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. അച്ഛൻ പണ്ട് കിടന്നിരുന്ന റൂം അതേപോലെ തന്നെ അവരിട്ടേക്കണ, പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്തിട്ടില്ല. പണ്ട് എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ ഇരിക്കണം. കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. അച്ഛൻ്റെ ഫ്യൂണറലിൻ്റെ സമയത്ത് കുറേ ഫോട്ടോസും പിന്നെ അച്ഛൻ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ആ റൂമിൽ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോന്നും നോക്കി അച്ഛൻ്റെ മുറി ഇങ്ങനെ ഓരോന്ന് പണ്ടത്തെ വാതിൽ കണ്ട, പണ്ടത്തെ വീടുകളിലത്തെ വാതിലൊക്കെ അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ ഫോട്ടോ എല്ലായിടത്തും ഉണ്ടാകും. പിന്നെ അച്ഛൻ പ്രാർത്ഥിച്ചിരുന്ന ബുക്സ്, പിന്നെ കണ്ട കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. അച്ഛൻ ഇങ്ങനെ വയ്യാണ്ട് കിടന്ന സമയത്തെ ഇതൊക്കെ നമുക്ക് അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു സ്റ്റോറി കാണുന്ന പോലെ നമുക്ക് തോന്നും. ഇത് അച്ഛനായിട്ടാണ് ഈ പൊന്നൂരിന്നി ആശ്രമം ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ മറ്റേ കല്ലുപണി തൊട്ട് എല്ലാം അച്ഛൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛനെ കാണാൻ ത്രൂ ഔട്ട് ആ സമയത്ത് ആൾക്കാർ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നു. പിന്നെ അച്ഛന് ഈ പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കുമെന്ന് പറയണം. അപ്പോൾ അന്ന് തൊട്ടേ അത്ഭുതങ്ങൾ അച്ഛൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് ദേവദാസനായിട്ട് പ്രഖ്യാപിച്ചത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്കിൽ എണ്ണ ഒഴിക്കലാണ് മെയിനായിട്ട്. എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് അതിൽ നമ്മൾക്ക് നിയോഗങ്ങൾ എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ എന്താണ് നിയോഗം എന്ന് വെച്ചാൽ അതെടുത്തിട്ട് ഒരു ചെരാതിൽ വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുക. ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് നമ്മൾ കത്തിക്കുക. അപ്പോൾ കത്തിപ്പോവും. പക്ഷേ അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ മൺചെരാത് കത്തിക്കുക. പിന്നെ വിളക്കിൽ എണ്ണ ഒഴിക്കുക, മാലയിടാം, പിന്നെന്താ മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മളവിടെ നിയോഗം എഴുതിയിടലുണ്ട്. അത് നമ്മൾ അവിടെ എഴുതിയിട്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അച്ഛന്മാർ. അവിടെ തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് തോന്നുന്നു എനിക്ക് ഫുൾ ടൈം ആരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മ്യൂസിയം പോലെ അച്ഛൻ്റെ പല ഏജിലുള്ള ഫോട്ടോസും പിന്നെ അച്ഛനായപ്പോഴത്തെ തൊട്ട് അച്ഛൻ മരിക്കണ വരെയുള്ള ഫോട്ടോസും അച്ഛൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോസ്, പിന്നെ അച്ഛൻ്റെ സ്പീച്ചുകൾ അച്ഛൻ അതേപോലെ തന്നെ അവിടെ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇത് എനിക്ക് മനസ്സിലായില്ല, താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ വിളക്കുകളുണ്ട്. അന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വേറെ അച്ഛന്മാരെയൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. ഇത് അച്ഛൻ യൂസ് ചെയ്തിരുന്ന ബുക്സ്, പ്രാർത്ഥിച്ചിരുന്ന ബുക്ക്, അച്ഛൻ്റെ എഴുത്ത് ഹാൻഡ് റൈറ്റിംഗ് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഡയറിയിൽ എഴുതിയിട്ടില്ല പണ്ട് അച്ഛൻ അതേപോലെ തന്നെ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ ആ ഡയറിയിൽ കുറേ പ്രാർത്ഥനകളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് അച്ഛന്മാർ കഴുത്തിക്കോടെ ഇടുന്ന സാധനം, എനിക്ക് എന്താ അതിനെ പറയാമെന്നറിയില്ല. അതും പിന്നെ അച്ഛൻ്റെ കാസ പിലാസ കുർബാന ചെല്ലിരുന്ന പോലത്തെ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് ആ മ്യൂസിയത്തിൽ. പിന്നെ അച്ഛൻ മരിച്ചപ്പോഴത്തെ ഫോട്ടോ, അച്ഛൻ മരിക്കുമ്പോൾ ആർക്കും അറിയില്ലല്ലോ ദേവദാസനാണ് അന്നേ. പക്ഷേ കുറേ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അന്നേ അത്ഭുതങ്ങൾ നടക്കുമായിരുന്നു. ഇപ്പോഴും അവിടെ എന്നോട് എപ്പോഴും പറയാറുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല. നിറച്ച ആൾക്കാർ ഞങ്ങൾ ചെന്നതിന് ശേഷമൊക്കെ വരുന്നുണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ അച്ഛന്മാരുടെ ആശ്രമമാണല്ലോ, നല്ല കുറേ ചെടികളും ഒക്കെ ആയിട്ട് അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറേ ചെടികളും പൂവുകളും പിന്നെ നീലത്താമര ഉണ്ടായിരുന്നു. നീലത്താമരയല്ല, ആമ്പൽ എനിക്ക് നമ്മളവിടെ സ്ഥിരം പണ്ടുണ്ടായിരുന്നതാണ്, അത് ഓർമ്മ വന്നു ഇത് കണ്ടപ്പോൾ. അങ്ങനെ അത് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 3 പേർക്കും നല്ലൊരു ആശ്വാസം കിട്ടി. നമുക്ക് മനസ്സിന് കുറേ വിഷമം ഒക്കെ ഫീൽ ചെയ്യുമ്പോൾ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവും. അറിയാത്ത ആൾക്കാരോട് ഞാൻ പറയാം, ഇത് പൊന്നുരുന്നി ആശ്രമം കപ്പുച്ചൻ ഫാദേഴ്സിൻ്റെ ആണ്. അവിടെ എപ്പോഴും റിട്രീറ്റ് നടക്കും. അപ്പോൾ അത് കൂടാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ അവിടെ മൺഡേസിലാണെന്ന് തോന്നുന്നു വരേണ്ടത്. അതവിടെ ചോദിച്ചാൽ അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോയി. എത്രയുണ്ടായിരുന്നു, ഞങ്ങൾ അച്ഛൻ്റെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ രണ്ടിനും ഫോട്ടോ ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ച് പോകുന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ ഈവനിങ്ങിൽ ഇറങ്ങിയതാണല്ലോ. ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ജസ്റ്റ് സ്നാക്സൊക്കെ കഴിച്ച് വീട്ടിലെത്തി. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്, കുറച്ച് ഗ്യാപ്പ് വന്നു. ഇവൻ്റെ എക്സാമും വേറെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് റെഗുലറായിട്ട് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി തൊട്ടെങ്കിലും എന്നും വിചാരിക്കും റെഗുലറായിട്ട് ഇടണമെന്ന്. പക്ഷേ ഇടാൻ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇവന് 10th എക്സാം ഫെബ്രുവരി 15 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ അമൽച്ചേട്ടൻ പോയി. ഞങ്ങളുടെ പണികളിലേക്ക്, അവൻ പഠിക്കാനും എനിക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളെ നമ്മൾ വീഡിയോന് ഒരു എൻഡിങ് അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. കുറേ കൂടുതൽ വോയിസ് ഓവർ കൊടുക്കുക. ഈ വീഡിയോ വോയിസ് ഓവർ തന്നെയാണ്, എന്നാലും അവസാനം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മന് ബോർഡ് എക്സാമാണ്, 10ാം ക്ലാസ്സാണ്. ഈ പ്രാവശ്യത്തെ ബോർഡ് എക്സാം ഫെബ്രുവരി 15 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും 10ാം ക്ലാസ് കുറേ പേരുണ്ടാവും. നിങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ ഇതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇതിനെ പോലെ കുറേ കുട്ടികളുണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് തിയോഫിനച്ഛൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് അനു സ്ഥിരം പോണതാണ്. അപ്പം ഞാനിതുവരെ പോയിട്ടില്ല, ഇവിടെ അടുത്താണെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പോയി ഇപ്പോൾ ഒരു അല്ലേ എന്തൊരു ഭയങ്കരമായൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എനിക്ക് തോന്നിയില്ലേ? ഇങ്ങനെ കവിത പോലെ ഇങ്ങനെ ബൈബിൾ വചനങ്ങൾ വെച്ചിട്ട് ത്രൂ ഔട്ട് അതിങ്ങനെ ചെറിയ വോളിയത്തിൽ കേട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മാത്രമല്ല പൈസക്ക് യാതൊരു ചില സ്ഥലങ്ങളിൽ നമ്മൾ പള്ളികളിൽ പോകുമ്പോൾ ഇങ്ങനെ രൂപ പറഞ്ഞു മേടിക്കലും ഒരു മാലയ്ക്ക് 50 രൂപ, ക്യാൻഡിൽ 20. പക്ഷെ ഇതങ്ങനെ ഇല്ല. നമ്മൾക്ക് അവിടെ നിന്ന് ക്യാൻഡിലും പിന്നെന്താ ചേരാത് കത്തി, അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമ്മളവിടെ നിന്ന് എടുത്തിട്ട് നമ്മളവിടെ പൈസ ഇട്ടാൽ മതി എന്നാണ് പറയണേ. നമ്മൾ പൈസ ഇടും, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ പറഞ്ഞ് മേടിക്കാൻ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു എടപ്പള്ളി പള്ളിയിലൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ പെരുന്നാളിന് പോകുമ്പോൾ അവിടെ തല കൈവച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങനെ പൈസ കൊടുക്കണം. അത് ഒരു കൊല്ലം പോയിട്ട് എനിക്കത് ഭയങ്കര, അതിന് ശേഷം ഞാൻ അവിടെ തല പിടിപ്പിക്കാറില്ല. പക്ഷെ ഈ പള്ളിയിൽ അങ്ങനെയൊന്നുമില്ല. അല്ല, പലർക്കും അങ്ങനെ ഉണ്ടാവില്ല. എടപ്പള്ളി പള്ളി നല്ലതാണ്, പ്രത്യക്ഷമുള്ളതാണ്. നമ്മൾ ഗീവർഗീസ് പുണ്യാളുടെ അടുത്ത് പ്രാർത്ഥിക്കും. പക്ഷെ അവിടുത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡ് പെരുന്നാളിൻ്റെ സമയത്ത് അതെനിക്കിഷ്ടമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ആശ്വാസം കിട്ടി. 10ാം ക്ലാസ് ആയതുകൊണ്ട് അനു പ്രത്യേകം പറഞ്ഞു, അനു ചെയ്യണ കാര്യങ്ങൾ മോനെ അവിടെ കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്, അപ്പോൾ ഇവനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അനുവിന് പ്രത്യേകം താങ്ക്സ് ഉണ്ട്. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോയത്. അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അടുത്ത ഇവർ പറയാറുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ലായിരുന്നു പോകാനായിട്ട്. അപ്പം അത് കഴിഞ്ഞ് വരണോടി ഒരു ചായ കുടിച്ച് നമ്മൾ ഇന്നത്തെ ഇത് കഴിഞ്ഞ് അമൽച്ചേട്ടൻ പോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു വൈൻഡപ്പ് വീഡിയോ കുറേ നാളായിട്ട് പറഞ്ഞിട്ടില്ല, പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.